നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ മുരളീധരനായ വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണുള്ളത്. മുരളീധരനായ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് മുരളീധരനായ ഉണ്ണികൃഷ്ണനാണ് എന്ന് പറഞ്ഞുല്ലോ. പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം എന്ന നിലയിൽ ഒരു വിഗ്രഹമുണ്ട്. അത് ഇവിടെ നാരായണാലയത്തിൽ, അതായത് നമ്മുടെ വടക്കേച്ചിറ എന്നോട് അറിയപ്പെടുന്ന രുദ്രതീർത്ഥകുളം അമ്പലക്കുളത്തിന്റെ ആ ഒരു അഭിമുഖീകരിച്ച് നിൽക്കുന്ന അനേകം കെട്ടിടങ്ങളുണ്ടല്ലോ, അതിൽ നാരായണാലയം എന്ന് എഴുതി വെച്ചത് കാണാൻ സാധിക്കും. ഈ നാരായണാലയത്തിൽ ഇന്നും വെച്ച് ആരാധിച്ചു പോരുന്നുണ്ട്. പ്രത്യേകിച്ച് നേദ്യമൊന്നുമില്ല അത്രേ. ഉണ്ണികൃഷ്ണന് നാമജപം കേട്ടാൽ മാത്രം മതി എന്നാണ് അവിടുത്തെ സ്വാമികൾ പറഞ്ഞിരുന്നത് കേട്ടോ. നാരായണാലയത്തിലേക്ക് ആ വിഗ്രഹം മാറ്റണം എന്ന പ്രശ്നവശാൽ തെളിഞ്ഞു എന്നും ഉണ്ണികൃഷ്ണന് പ്രത്യേകിച്ച് വേറൊന്നും ആവശ്യമില്ല, നാമജപം കേട്ടിരിക്കുക മാത്രമേ വേണ്ടൂ എന്നുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന് പ്രകാരം അവിടെ ഭഗവാൻ കിഴക്കോട്ട് തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ രീതിയിലാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. ചെറിയൊരു വിഗ്രഹമാണ്. യാത്രാ സമയത്ത് പൂന്താനം കയ്യിൽ കരുതിയിരുന്ന വിഗ്രഹമാണ് എന്നൊരു പക്ഷവും കൂടി കേട്ടിട്ടുണ്ട്. എന്തായാലും ആ മുരളീധരനെ ഓർമ്മ വന്നു പെട്ടെന്ന് ശ്രീലകത്തെ ആ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സമയത്ത് നാരായണാലയത്തിൽ കയറി നോക്കിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് തൊഴുത് നമസ്കരിക്കാൻ മറക്കണ്ട. ഒപ്പം അവിടെ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ ഒരു പ്രതിമയും കൂടി കാണാൻ സാധിക്കും. ഭക്തോത്തമനായിരുന്നു, ഗുരുവായൂരിൽ ജീവിച്ചിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരി. അപ്പൊ അദ്ദേഹം തിരുനാമാചാര്യൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നാരായണ നാമം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉപാസന. അപ്പൊ അദ്ദേഹത്തിനെയും നമസ്കരിക്കാൻ മറക്കണ്ട. എനിക്കറിയാം നിങ്ങളിൽ ഒരുപാട് പേര് അവിടെ കയറി തൊഴുത് നമസ്കരിച്ചിട്ടുള്ളവരായിരിക്കും എന്ന്. പെട്ടെന്ന് എന്തോ ഇന്ന് ശ്രീലകത്തെ ഉണ്ണികൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം അല്ലേ. വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ എടുക്കുമ്പോൾ ഉള്ളി ഒഴിവാക്കണോ, എങ്ങനെയാണോ ഒരിക്കൽ എടുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ. ഈ മെസ്സേജ് കാണാതെ പോകരുതേ എന്നാണ് സജിത എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഉള്ളി ഏത് വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലും ഉള്ളി ഒഴിവാക്കണം എന്നാട്ടോ പറയാ. വ്രതാചാരങ്ങളിലെല്ലാം ഉള്ളി നിഷിദ്ധാണ് എന്നാണ് പറയാ. അപ്പൊ സാധിക്കെങ്കിൽ ഉള്ളി ഒഴിവാക്കുന്നത് തന്നെയാണ് ഉത്തമം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്നാലും മാക്സിമം ശ്രമിച്ചു നോക്കൂ. എങ്ങനെയാ ഒരിക്കലും എടുക്കണ്ടേന്ന് ചോദിച്ചാൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. അതേപോലെ തന്നെ എന്തൊക്കെ നാമങ്ങൾ കൊണ്ടാണോ നമുക്ക് ഭഗവാനെ പ്രകീർത്തിക്കാൻ കീർത്തനം ചെയ്യാൻ സാധിക്കുക ആ നാമങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, നാരായണ നാമമാവാം, ഹരേ കൃഷ്ണ മന്ത്രമാവാം, നാരായണ കവചമാവാം, അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമാവാം, നാരായണീയമാവാം, ശ്രീമദ് ഭാഗവതമാവാം, ഭഗവത്ഗീതയാവാം. എന്തുകൊണ്ടാണോ നിങ്ങൾ ഉപാസന ചെയ്യാറുള്ളത് അതുകൊണ്ട് എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും തവണ നാമം ജപിക്കുക. ഏത് വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഭഗവാനുമായി ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനുമായിട്ട് ഏറ്റവും കൂടുതൽ നേരം ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കാതെ ആഹാരം കഴിക്കരുത്, ആഹാരം ഉണ്ടാക്കരുത്. അതേമാതിരി തന്നെ വ്യാഴാഴ്ച വ്രതം നോൽക്കുമ്പോൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഇങ്ങനെയാണ്. ഒരിക്കൽ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ശ്രമിച്ചു നോക്കൂ, എല്ലാവർക്കും സാധ്യമാവട്ടെ. അടുത്തതായിട്ട് സ്നേഹാമണികണ്ഠൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാൻ ഗുരുവായൂരപ്പന് ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ഒരു തവണ നിങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അത് സേവ് ആക്കി വെച്ചതാണ്, ഇപ്പോൾ കാണുന്നില്ല. പറയാൻ സാധിക്കുമോ എന്ന് എൻ്റെ പ്രേക്ഷകരാണ് ഇതിന് മറുപടി പറയേണ്ടത്. എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറയാം കേട്ടോ. അതായത് ഗുരുവായൂർ അമ്പലത്തില് കൃഷ്ണനാട്ടം വഴിപാടുകളിൽ രാസക്രീഡ എന്ന വഴിപാടാണ് ഈ ഒരു ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബലപ്രാപ്തി എന്നല്ലെങ്കിൽ ബലസിദ്ധി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്.
രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളിക്കാണ്. ഇത് മാത്രമല്ല കേട്ടോ, ആൾരൂപം വഴിപാട് എടുത്തു വെക്കുന്നിടത്ത് ലക്ഷ്മി നാരായണ ആൾരൂപം എടുത്തു വെക്കാൻ കിട്ടും. അതല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരുടെ ആൾരൂപം എടുത്തു വെക്കാൻ സാധിക്കും. ഇത് രണ്ടില് ഏത് വേണമെങ്കിലും ആവാം. ഭഗവാന്റെ ആ ഒരു പത്നി സമേതനായിട്ടുള്ള ഭഗവാനെ ആ രൂപം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് തൊഴുത് നമസ്കരിച്ചോളൂ. നാരായണീയത്തിലെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ആണെങ്കിലും ഈ ഒരു നിവർത്തി പരേയം പഞ്ചാധ്യായം എന്ന് അറിയപ്പെടുന്ന 5 അധ്യായങ്ങളിലൂടെ വിവരിച്ചിരിക്കുന്ന രാസലീല എന്ന ഭാഗം വായിച്ച് നമസ്കരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭാഗവതം അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നാരായണീ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നും അറിയില്ല വെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിക്കാം. നിങ്ങളുടെ നാമം എന്താണോ ആ നാമം ജപിക്കാം കേട്ടോ. അടുത്തതായിട്ട് സവിത നമസ്കാരം, എൻ്റെ മോൾ പ്രഗ്നൻ്റ് ആണ്. എത്ര മാസം വരെ നാരായണീയം വായിക്കണം എന്നാണ് ഗിരിജ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. 8 മാസം വരെ എന്നാണ് എല്ലാവരും പറയുക. ശുദ്ധമായിരിക്കുന്ന സമയം 8 മാസം വരെ, 8 മാസം വരെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം എന്ന് കരുതി 9, 10 മാസങ്ങളിൽ ഒന്നും ചെയ്യരുത് എന്നൊന്നും ഒരു അർത്ഥമേ ഇല്ല കേട്ടോ. സാധാരണ എല്ലാവരും 8 മാസം വരെയാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാറുള്ളത്. ഇതിന്റെ കാരണമായിട്ട് അനേകം ആചാര്യന്മാരെ അനേകം രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കേട്ട ഒരു വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ 8 മാസമായിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി ഏത് സമയം വേണമെങ്കിലും അവർക്ക് ആ ഒരു എന്താ പറയുക കുഞ്ഞ് ജനിക്കാനുള്ള സമയം ആവാറായല്ലോ, ഏത് സമയം വേണമെങ്കിലും ഒരു പ്രസവം നടക്കാം. ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ടാൽ ഏത് ആരാധനാലയത്തിലെ മൂർത്തിയാണെങ്കിലും ഒന്ന് ബഹുമാന പുരസ്സരം എഴുന്നേൽക്കണം എന്നുള്ളതാണ് അത്ര. ആ ഒരു ദേവന്മാർ പോലും അത്രയും അമ്മയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ അമ്മ എന്ന ആ ഒരു കൺസെപ്റ്റിന് അത്രയും വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് 8 മാസം കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന് പറയുന്നത് എന്ന് കേട്ടുട്ടോ. എനിക്കറിയില്ല അതിൻ്റെയൊക്കെ വാസ്തവം എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ പ്രസവത്തിൻ്റെ ആ പോകുന്ന ദിവസം വരെയും നാരായണീയം വായിച്ചിരുന്നു, നാമം ചൊല്ലിയിരുന്നു. ഇത് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. ആ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ഏറ്റവും നല്ല കാര്യങ്ങൾ കേൾപ്പിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് പ്രഹ്ലാദന്റെ കഥയൊക്കെ അറിയാവുന്നതല്ലേ. പ്രഹ്ലാദന്റെ അമ്മ കയാതു ഈ ഗർഭസ്ഥ ശിശുവിന് അനേകം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഭക്തോത്തമനായ പ്രഹ്ലാദൻ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിമന്യുവിന്റെ കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാമം ജപിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം 10 മാസം വരെയും നാമം ജപിച്ചോളൂ കേട്ടോ, നാരായണീയം വായിച്ചോളൂ. മറ്റശുദ്ധികളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നാരായണീയം വായിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഷാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്താൻ പ്രായപരിധിയുണ്ടോ? എൻ്റെ മോൾക്ക് 40 വയസ്സായി, അവൾക്ക് തുലാഭാരം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് രഞ്ജിനി നായർ പറഞ്ഞിരിക്കുന്നത്. ഭക്തർ എന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. സൗമ്യയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രായത്തിലും തുലാഭാരം തൂക്കാം. ചോറ് കൊടുത്ത് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വരുമ്പോൾ തൊട്ടങ്ങോട്ട് മരണം വരെ ഏത് പ്രായത്തിലും തുലാഭാരം തൂക്കാം. തുലാഭാരത്തിന് അങ്ങനെ പ്രായപരിധി ഒന്നുമില്ല കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. തുലാഭാരം ഇതുവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതലാണ് തുടങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ തന്നെ, അതായത് 3 മണിക്ക് നട തുറന്നാൽ അപ്പോൾ തന്നെ തുലാഭാരം കൗണ്ടറും തുറക്കും എന്ന് പറയുന്നുണ്ട്. അത് നിലവിൽ വന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അടുത്തതായിട്ട്, എൻ്റെ മകൻ്റെ പഴയ സ്നേഹം തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യുക? ഉത്തരം തരണേ എന്നാണ് നിതിൻ മേനോൻ എന്ന ഐഡിയിൽ നിന്നാണ് നിതിൻ്റെ അമ്മ ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ ഏതൊരമ്മയ്ക്കും ഏറ്റവും വിഷമകരമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലേ. നല്ലോണം നോക്കി വളർത്തി ലാളിച്ച് പരിഗണിച്ചൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമില്ലാണ്ടായോ എന്നൊരു സംശയം തോന്നും. അതൊരു സംശയമാണ് എന്ന് അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുക എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അവരുടെ സ്നേഹമൊന്നും ഇങ്ങോട്ടും പോവില്ല എന്ന് വിചാരിക്കുക. അവരെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ കണക്കാക്കുന്നത്, അത്ര തന്നെ കണക്കാക്കി സ്നേഹിച്ച് ഗുരുവായൂരപ്പനെ കൊണ്ടു നടന്ന് നോക്കൂ. നമുക്ക് ഒരാളുടെ ആവശ്യമില്ല എന്ന് തോന്നും. ഗുരുവായൂരപ്പനിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കട്ടെ അമ്മയുടെ ഈ എല്ലാ സ്നേഹവും. ഈ ഗുരുവായൂരപ്പനെ സ്നേഹിച്ചാലത്തെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ
അത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളാണ് വിചാരിക്കുക. നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് ദുഷ്ടയായ സ്ത്രീ ആയിരുന്നു വിചാരിക്കുക. പക്ഷെ നമുക്ക് ഗുരുവായൂരപ്പനോട് നല്ല സ്നേഹം ഉണ്ട് വെച്ചാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കും, സ്നേഹിച്ചു പോകും. ഗുരുവായൂരപ്പൻ മാത്രം നമുക്ക് അനുകൂലമായാൽ മതി. ബാക്കി എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ ഒരിക്കലും ദുഷ്ടയാവാനൊന്നും സാധ്യതയില്ല. മക്കളോട് നമുക്ക് അങ്ങനെ ദുഷ്ടത്തരം കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്ത് തന്നെയായിരുന്നാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ എന്നൊരു ഭാവം മനസ്സിലുണ്ടെങ്കിൽ തന്നെത്താൻ പോയ എല്ലാ ബന്ധങ്ങളും നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മളെ പൂർവാധികം ശക്തിയോടെ സ്നേഹിക്കും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിത്തരാനല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉള്ളത്. ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കൂ. മകനെ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അതേമാതിരി ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കൂ. ഉണ്ണികൃഷ്ണ എനിക്കങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ടാവും കേട്ടോ. കൂടെ ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് മകൻ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് കൂടെ വരട്ടെ കേട്ടോ. അടുത്തതായിട്ട് ലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ഉപാസന എന്ന് പറഞ്ഞാൽ? ഞാൻ ഉപാസനയോടെ കൊണ്ട് നടക്കുന്ന എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉപാസന എന്ന് പറഞ്ഞാൽ? നിത്യത എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി, അതിനെയാണ് ഉപാസന. ഇപ്പോൾ ഒരാൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട് വിചാരിക്കാം. അല്ല, എല്ലാ ദിവസവും മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ടെങ്കിൽ അയാളുടെ ഉപാസനയാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. അങ്ങനെ നിത്യത ആയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും കുറച്ചധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പന്. ഇപ്പൊ എന്നെ പോലുള്ള ആളുകളാണെങ്കിൽ നല്ല മടിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ 4 ദിവസം നാമം ചൊല്ലും, നാരായണീയം വായിക്കും, നാരായണ കവചം ചൊല്ലും, വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ഒക്കെ ചെയ്യും. 5-ാമത്തെ ദിവസം ആയാൽ മടിയാവും, കുറച്ച് കഴിഞ്ഞിട്ടാവാം, പിന്നെ ആവാം, ലേശ നേരം കഴിയട്ടെ, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു കോള് വിളിക്കട്ടെ, എൻ്റെ ചേച്ചിയോട് ഇത്തിരി നേരം സംസാരിക്കട്ടെ, അമ്മ ഇപ്പം എന്താ ചെയ്യണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാലേ, ഇങ്ങനെയുള്ള ചിന്തയിൽ ഇതൊക്കെ മാറ്റിവെക്കും. ഇതൊന്നും ഒരു കാരണമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഇത് കഴിഞ്ഞാലും ചെയ്യാം. പക്ഷെ എന്നാലും നല്ല മടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടെത്തുമല്ലോ. ഇങ്ങനെയുള്ളവർക്ക് ഉപാസന ഉണ്ട് പറയാൻ പറ്റില്ല. കാരണം അവരെല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് ഒരേ കാര്യം ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ അതൊരു ഉപാസനയാണ്, ഉപാസകനാണ്, അല്ലെങ്കിൽ ഉപാസകയാണ്. അവർക്ക് എല്ലാ ദിവസവും ചെയ്യാന്നുള്ള ഒരു ശീലമുണ്ട്. അതിന് കുറച്ചധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ. അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ ശരിക്കും ചെയ്യണം എന്ന് അപ്പൊരാഗ്രഹം വരും. അത്ര അനുഗ്രഹം അവർക്ക് നൽകും. കാരണം എന്താ, അവരെ ഉണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും അത് ചെയ്യും. ആ വിഷ്ണു സഹസ്രനാമാണോ ചൊല്ലണ വെച്ചാൽ അത് ചൊല്ലിയിട്ടേ അവർ ബാക്കി എന്തും ചെയ്യുള്ളൂ. അല്ല, ഇനി ഹരേരാമ മന്ത്രമാണ് ചൊല്ലണ വെച്ചാൽ ഇവർക്ക് 16 റൗണ്ട് ചൊല്ലുക, 32 റൗണ്ട് ചൊല്ലുക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ നിയമങ്ങളുണ്ട്. എത്ര ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതെത്താതെ അവർ നിർത്തില്ല. അങ്ങനെയുള്ളവരെയാണ് ഉപാസകർ എന്ന് പറയാ. അവർക്കുണ്ടല്ലോ ഒരു പ്രത്യേക ചൈതന്യമുണ്ട്, ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് അവരെ ഗുരുവായൂരപ്പൻ കൊണ്ടു നടക്കുക. അപ്പോൾ നിത്യോപാസകരായി മാറട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ലേഖ ഗിരീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സരിത ഒരു കുടം വെണ്ണ ഗുരുവായൂരപ്പന് സമർപ്പിക്കണം എന്നുണ്ട്. അത് എവിടെ നിന്ന് ലഭിക്കും? എൻ്റെ വഴിപാടാണ്. അത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഏപ്രിൽ 18-ാം തീയതി വരുന്നുണ്ട് എന്ന്. നടയിലെ കടകളിലൊക്കെ ഇപ്പോൾ കുടം വെണ്ണയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ ഓരോ ഭക്തജനങ്ങളുടെ വഴിപാട് എന്നുള്ള രീതിയിൽ ഓരോരുത്തരും വന്ന് ചോദിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു കുടം വെണ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കിലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ കൊണ്ടുവയ്ക്കാം. അതായത് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം. അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല, അല്ലെങ്കിൽ കടന്നു തൊഴുതതിന് ശേഷമാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ അവിടെ കൊണ്ടുവന്നും സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് പ്രേമ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സരിത നമസ്കാരം. ഗുരുവായൂർ വന്ന ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നില്ല. 12 നമസ്കാരം ദിവസവും അടുത്തുള്ള ഗണപതി അമ്പലത്തിൽ പോയി ചെയ്യാറുണ്ട്. കണ്ണനിയുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ആരാ പറഞ്ഞേ കേൾക്കണില്ല എന്ന്? ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ?
ഗുരുവായൂരപ്പന് അങ്ങനെയൊന്നും ചെയ്യാനേ പറ്റില്ല, ഉറപ്പായിട്ടും കേൾക്കും. ഇപ്പോൾ ചിലപ്പോൾ ഭഗവാൻ വിചാരിക്കുകയാണ് ഈ പ്രേമ ചേച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ്, അപ്പൊ എനിക്ക് വേണ്ട വിധം പ്രേമയെ നോക്കാൻ പറ്റിയില്ലെങ്കിലോ, കുറച്ചൊന്ന് തിരക്കൊഴിയട്ടെ എന്ന് വിചാരിച്ചതാണെങ്കിലോ, നമുക്ക് അങ്ങനെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പൊ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. ഏപ്രിൽ 18-ാം തീയതി മുതൽ മെയ് 16-ാം തീയതി വരെ വൈശാഖ മാസവും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി തിരക്കാവും. അപ്പൊ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഗുരുവായൂരപ്പനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കൂ. അത് തന്നെയാണ് സത്യം എന്നങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കൂ. എന്നിട്ട് ഈ പറഞ്ഞ 12 നമസ്കാരം ഒന്നും മുടക്കാതെ എല്ലാ ദിവസവും ചെയ്തോളൂ. ഈ ഉണ്ണി ഗണപതിയോടും കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും ഒരു വിഘ്നം ഉണ്ടാച്ചാൽ ആ വിഘ്നേശ്വരനാണല്ലോ, അദ്ദേഹത്തിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ തുമ്പിക്കൈ കൊണ്ട് മാറ്റിത്തരും. വേഗം തന്നെ വന്ന് കാണാൻ സാധിക്കട്ടെ പ്രേമചേച്ചിക്ക്. അടുത്തതായിട്ട് അതുൽ പി നാഥിന്റെ ഒരു സജഷനാണ് കേട്ടോ. നമ്മുടെയൊക്കെ ശരീരവും മനസ്സും നമ്മുടെ തന്നെ മൊബൈലും അതിൻ്റെ സിമ്മുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലേ? മൊബൈൽ ഉപയോഗശൂന്യമായാൽ അത് നമ്മൾ ഉപേക്ഷിക്കും. സിമ്മ് പുറത്തേക്ക് എടുത്തിട്ട് പുതിയൊരെണ്ണം വാങ്ങി പഴയ സിമ്മ അതിലേക്ക് ഇടും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ശരീരം പ്രകൃതിയിലേക്ക് പോകുന്നു. എന്നാൽ മനസ്സ് അത് മുജ്ജന്മ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കർമ്മഫലത്തോടു കൂടി വേറെ ശരീരത്തിലേക്ക് മാറുന്നു, ഭഗവത്പാദം പൂകിയില്ലെങ്കിൽ. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നല്ല കമ്പാരിസൺ ആയിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു കമ്പാരിസൺ ആയിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ മാറ്റുക, അല്ലെങ്കിൽ മൊബൈൽ വീണ് പൊട്ടുക, അപ്പോൾ വേറെ മൊബൈലിലേക്ക് ആക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇത് പറഞ്ഞത് ശരിയാണ്. ആ മൊബൈലിൻ്റെ ആത്മാവാണ് ആ സിം കാർഡ്. തീർച്ചയായിട്ടും ആ സിം കാർഡ് എടുത്ത് മാറ്റി മറ്റൊരു മൊബൈലിലേക്ക് ഇട്ടാൽ അത് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, പുതിയ പുതിയ വേർഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പഴയതായിട്ട് ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും പുതിയ മൊബൈൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതേമാതിരി നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഇത് ക്ഷതം സംഭവിച്ച് നമ്മൾ ഉപേക്ഷിച്ച മൊബൈലാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കുമ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി നല്ല ശരീരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. കുറച്ചുകൂടി യങ് ആവും, അതുപോലെ കുറച്ചുകൂടി എനർജറ്റിക് ആവും, കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അല്ലേ? അതായത് സിം കാർഡ്, അതായത് നമ്മുടെ ആത്മാവ് അതിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് ഭഗവത് ഭജനം ചെയ്യുന്നു. ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ലോകത്തേക്ക് എത്തുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാണോ നമ്മൾ ഭഗവാന്റെ ആ ഒരു ധാമത്തിലേക്ക് എഴുന്നള്ളാൻ സാധിക്കുന്നത്, അതോടുകൂടി ഇതെല്ലാം തീരുന്നു. നല്ല കമ്പാരിസൺ ആയിട്ടുണ്ട്. അതിൽ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അതിലിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഷീബ എന്ന ഭക്തയാണ്. എനിക്ക് ആരേലും ഗുരുവായൂർ, തിരുപ്പതി, മൂകാംബിക ഇവിടെയൊക്കെ പോയ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ മനസ്സിന് കുശുമ്പ് വരുന്നു. എന്താണ് ചെയ്യുക? അത് നല്ല കാര്യമല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം കാണുമ്പോഴാണല്ലോ നമുക്ക് തോന്നുന്നത് നമുക്കും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്ന്. അതല്ലാതെ നമുക്ക് വേറൊന്നിനോടും അല്ലല്ലോ അങ്ങനെ ഒരു ആസക്തി തോന്നുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ പോകാൻ സാധിക്കട്ടെ, ഇവിടെയൊക്കെ പോയി ഭഗവാനെ കാണാൻ പറ്റട്ടെ, ആദിപരാശക്തിയെ നമസ്കരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ കുശുമ്പൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഒട്ടും വിഷമിക്കാനില്ല കേട്ടോ. ഇവിടെയൊക്കെ പോകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഇവിടെയാണല്ലോ, ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഗോപികമാരെ ഭഗവാന്. പക്ഷെ ഭഗവാൻ ഗോപികമാരെ വിട്ടിട്ട് കുറച്ച് ദിവസത്തിന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പ്രിയപ്പെട്ട ആളുകളിൽ നിന്നാണ് കുറച്ച് അകലത്തിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കൂ. അപ്പൊ നിങ്ങളോടൊക്കെ അധികം സ്നേഹമുണ്ട് ഗുരുവായൂരപ്പന്. അതുകൊണ്ടല്ലേ അങ്ങനെ. ആ അധിക സ്നേഹം തിരിച്ച് നമ്മളും കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കും. ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.